ആമിർ ഖാന്റെ ചിത്രം സ്പാനിഷ് റീമേക്കാണോ? സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ ഈ ചിത്രത്തിന് സാധിക്കുമോ? സിത്താരെ സമീൻ പർ ജൂണിലെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിൽ ഇതോടുകൂടി ചൂടുപിടിക്കുകയാണ് ചിത്രം സ്പാനിഷ് റീമേക്കാണോ എന്നുള്ളത്. ബോളിവുഡിലെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന തിരിച്ചുവരവ് തന്നെയാണ് ആമിർ ഖാന്റേത്. മികച്ച സിനിമകളിലൂടെയും അഭിനയ പ്രകടനങ്ങളുടെയും 1000 കോടി നേടിയ ചിത്രങ്ങൾ ഉൾപ്പെടെ വലിയ വിജയങ്ങളാണ് താരത്തിന് സ്വന്തമായിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടതോടെ താരം അഭിനയത്തിൽ നിന്ന് വലിയൊരു ഇടവേള തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും തിരിച്ചുവരവിനൊരുങ്ങുകയാണ് ആമിർ ഖാൻ. സിത്താരെ സമീൻ പർ എന്ന ചിത്രത്തിലൂടെയാണ് താരത്തിന്റെ തിരിച്ചുവരവ്. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ആമിർ ഖാൻ. താരെ സമീൻ പർ എന്ന സിനിമയുടെ സ്വീക്കലാണ് സിത്താരെ സമീൻ പർ എന്നും ഈ ചിത്രം പ്രേക്ഷകരെ ചിരിപ്പിക്കുമെന്നും ആമിർ ഖാൻ പറയുന്നുണ്ട്. ഇതൊരു സ്പാനിഷ് സിനിമയുടെ അപ്ഡേഷനാണ്. തങ്ങൾ അതിന്റെ ഇന്ത്യൻ വേർഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ചൈനയിലെ ഫാൻസ് ക്ലബ്ബുമായി നടത്തിയ സംഭാഷണത്തിൽ ആമിർ ഖാൻ പറയുകയുണ്ടായി. താരെ സമീൻ പർ എന്ന ചിത്രത്തിലെ എന്റെ കഥാപാത്രം നിഗുംബ് വളരെ സെൻസിറ്റീവായ ഒരാളാണ്. ഈ സിനിമയിലെ എന്റെ കഥാപാത്രത്തിന്റെ പേര് ഗുൽഷൻ എന്നാണ്. പക്ഷേ അയാൾ നിഗും എന്ന കഥാപാത്രത്തിന്റെ നേർ വിപരീതമാണെന്നും താരം പറയുന്നു. പക്ഷേ ഗുൽഷൻ സെൻസിറ്റീവ് അല്ല. അയാൾ വളരെ പരുക്കനായ, പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത, എല്ലാവരെയും അപമാനിക്കുന്ന, ഭാര്യയും അമ്മയുമായി വഴക്കിടുന്ന, സീനിയർ കോച്ചിനെ അടിക്കുന്ന ഒരു ബാസ്കറ്റ്ബോൾ കോച്ച് കഥാപാത്രമാണെന്നും താരം പറയുന്നുണ്ട്. അയാൾ എങ്ങനെ മാറുന്നു എന്നതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നതെന്നും താരം സിനിമയെക്കുറിച്ച് പറയുന്നു. ഈ കഥയിൽ പലതരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കണ്ടുപോകാം. താരെ സമീൻ പർ എന്ന സിനിമ നിങ്ങളെ കരയിപ്പിച്ചുവെങ്കിൽ ഈ സിനിമ നിങ്ങളെ ചിരിപ്പിക്കുമെന്നും താരം പറയുന്നുണ്ട്. ഇതൊരു കോമഡി ചിത്രമാണ്, പക്ഷേ പ്രമേയം ഒന്നാണെന്നും ആമിർ ഖാൻ കൂട്ടിച്ചേർത്തു. ജൂൺ 20-നാണ് RS പ്രസന്ന സംവിധാനം ചെയ്യുന്ന ഈ ഫാമിലി ഡ്രാമ ചിത്രം എത്തുന്നതെന്നാണ് പറയുന്നത്. ചിത്രത്തിന്റെ എഡിറ്റിംഗും ഡബ്ബിംഗും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിലും തരംഗമായിരുന്നു. സിനിമയിലുള്ള ആമിർ ഖാന്റെ സ്റ്റില്ലും അതിലുണ്ടായിരുന്നു. മെയ് 1 മുതൽ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തെത്തുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ ആമിർ ഖാന് ഈ ചിത്രത്തിലൂടെ സാധിക്കുമെന്നും ഭൂരിപക്ഷം സിനിമാ പ്രേമികളും പറയുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.